ഹായ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള കുക്കർ ഗീ റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ജീരകശാല അരി കഴുകി മാറ്റി വെക്കുക. ഞാനിവിടെ സോക്ക് ചെയ്ത് വെക്കാറില്ല. അതിനുശേഷം നമ്മുടെ ഒരു സ്മോൾ ഒനിയൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് 4 ഏലക്ക, 4 ഗ്രാമ്പൂ, ലീഫ്, ചെറിയ കഷ്ണം പട്ട, 2 പച്ചമുളകാണ് വേണ്ടത്. അതിനുശേഷം ഒരു കുക്കർ എടുക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം കുക്കറിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പൂ, ലീഫ്, പട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് അതൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അല്പം ഉപ്പ് ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ മാത്രമാണ് നമ്മൾ സവാള വഴറ്റി കൊടുക്കേണ്ടത്. ഒരിക്കലും ബ്രൗൺ കളറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയതിനു ശേഷം, ഏകദേശം ഈ ഒരു പരുവത്തിലായതിനു ശേഷം മാത്രം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ്. നല്ല തിളച്ച വെള്ളമായിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു എല്ലാ സാധനങ്ങളും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കേണ്ട ആവശ്യമുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു മുന്നിട്ട് നിൽക്കണം, ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. എന്നാലേ നമ്മൾ അരി വേവിച്ച് വരുമ്പോൾ അരിയിലേക്ക് ഈ ഒരു ഉപ്പ് കറക്റ്റായി മാറുകയുള്ളൂ. ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരി ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ആ ഒരു അരി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഗീയും കൂടെ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതാണ് ഈ ഒരു വെള്ളത്തിൽ ഗീ ഇട്ടാൽ. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ആ ഒരു കുക്കറിൻ്റെ എയറൊക്കെ പോയി എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഗീ റൈസ് ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കാവുന്നതാണ്. സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് ഫോർക്ക് തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ഒരു സെർവിങ് ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഗീ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ആ ഒരു ഗീ റൈസ് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഗീയും കൂടെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് കുറച്ച് ഗീ റൈസും കൂടെ നമ്മൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിയില ഇടുക, ഗീ ഇടുക. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഗീ റൈസ് തീരുന്നവരെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗീ റൈസിന് ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഈ ഒരു ക്വിക്ക് റെസിപ്പിയാണിത്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന്, ഒരു കുക്കർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കുക്കർ ഗീ റൈസ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോഴൊക്കെയാണ് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.